അപ്പമരം. ദൂരെ ദൂരെ ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയായിരുന്നു നീലുമോളും അമ്മൂമ്മയും താമസിച്ചിരുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് അവർ ജീവിച്ചിരുന്നത്. പലപ്പോഴും ഭക്ഷണത്തിനു പോലും അവർ ബുദ്ധിമുട്ടി. ഒരു ദിവസം, മോളെ, ഇന്നീ കഞ്ഞി മാത്രമേ ഉള്ളൂ. ശരി അമ്മൂമ്മേ. അവർ കഴിക്കാനിരുന്നതും, ആരുമില്ലേ ഇവിടെ? ആരാ അത്? അമ്മൂമ്മ നോക്കി. ആരാ? എന്താ? ഒരു ലാടഗുരുവാ. വല്ലാതെ വിശക്കുന്നു. അമ്മൂമ്മ മറ്റൊന്നും നോക്കിയില്ല. വന്നാട്ടെ, കഞ്ഞി തരാം. ഇതാ, കഴിക്കൂ. അമ്മൂമ്മ അവർക്കുള്ളതിൻ്റെ പകുതിയും നൽകി. ലാടഗുരു കഴിച്ച് തൃപ്തിയായി. നിങ്ങൾ വളരെ നല്ലവരാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എനിക്ക് മനസ്സിലായി. ഇതാ, ഇത് മുറ്റത്തു കുഴിച്ചിട്ടോളൂ. നന്മ വരും. ഒരു അപ്പം നൽകിയിട്ട് അദ്ദേഹം പോയി. "ഞേ, അപ്പം കുഴിച്ചിടാനോ?" അമ്മൂമ്മ അതനുസരിച്ചു. അപ്പം കുഴിച്ചിട്ടു. പിറ്റേന്ന് അവർ നോക്കിയതും, "ഞേ, മുറ്റത്ത് അതാ ഒരു അപ്പമരം. ഹാവൂ, അമ്മൂമ്മേ, ഇതു കഴിക്കാമോ?" അവർ അപ്പം പറിച്ചു കഴിച്ചു നോക്കി. ഹായ്, എന്തു രുചി! അതെ, നമ്മുടെ ഭാഗ്യം ആ ലാടൻ ഒരു സിദ്ധനായിരുന്നു. അപ്പമരത്തിൻ്റെ കഥ നാട്ടിലെങ്ങും പരന്നു. ഹോ, എന്തൊരതിശയം! അതെ, വന്നവർക്കെല്ലാം അമ്മൂമ്മ അപ്പം പറിച്ചു നൽകി. ഹൗ, എന്തു രുചി! അതെ അതെ, ഇഷ്ടം പോലെ കഴിച്ചോളൂ. അമ്മൂമ്മയും മോളും സുഖമായി താമസിക്കുമ്പോഴാണ് അപ്പമരത്തിൻ്റെ കഥ നാട്ടിലെ ചട്ടമ്പി പരമുവും കൂട്ടുകാരും അറിഞ്ഞത്. ആ മരത്തിലെ അപ്പം ഇനി നമുക്കാ. അതേ മാനേ. പിറ്റേന്നു തന്നെ രാവിലെ പരമു അമ്മൂമ്മയുടെ വീട്ടിലെത്തി. "ഇനി ഈ മരത്തിൽ തൊട്ടുപോകരുത്. അപ്പം ഞങ്ങൾ പറിച്ചോളാം, കേട്ടല്ലോ." ഹയ്യോ! പരമുവും കൂട്ടുകാരും രാവിലെ വന്ന് അപ്പം അത്രയും പറിക്കും. അതോടെ അമ്മൂമ്മയും നീലുമോളും വിഷമത്തിലായി. "മുഴുവൻ പറിക്ക്." കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സന്ധ്യയ്ക്ക്, "ഇവിടെ ആരുമില്ലേ?" "അതാ ലാടഗുരു ആണല്ലോ." ലാടഗുരു വീണ്ടും ആ വഴി വന്നതായിരുന്നു. അമ്മൂമ്മയുടെ വിഷമം കണ്ട് ലാടൻ കാര്യം തിരക്കി. അമ്മൂമ്മ സകലതും പറഞ്ഞു. അങ്ങനെയാണല്ലേ. വഴിയുണ്ട്. ഈ വടി പിടിച്ചോളൂ." "അയ്യോ, ഇതെന്താ?" "പേടിക്കേണ്ട. ഇത് അപ്പമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചോളൂ. എല്ലാം ശരിയാകും." "ശരി, അങ്ങനെ ചെയ്യാം." അന്നു രാത്രി തന്നെ. എന്താവുമോ എന്തോ. പിറ്റേന്ന് പതിവ് പോലെ പരമുവും സംഘവും എത്തി. "ഇന്നും നിറച്ച് അപ്പമുണ്ടല്ലോ. വേഗം പറിക്കടാ മുഴുവൻ." ഒരാൾ മുന്നോട്ടു ചെന്ന് അപ്പത്തിൽ പിടിച്ചതും ചുവട്ടിലിരുന്ന വടി ചാടി ഉയർന്നു. ഒറ്റയടി. ഞേ, ഠേ ഠേ. പരമു ഞെട്ടിപ്പോയി. "എന്താടേ ഇത്?" "അറിയില്ലേ മാനേ, ആ വടി എന്നെ അടിച്ചു. നീ മാറ്, ഞാൻ ചെല്ലാം." പരമു ചെന്നതും ഠേ ഠേ ഠേ. ഹയ്യോ, അടിയോടടി. പരമുവിനെ മാത്രമല്ല, എല്ലാവരെയും വടി കണക്കിനടിച്ചു. "അയ്യോ അയ്യോ, ഓടിക്കോ." "ഹ ഹ ഹ ഹ." അമ്മൂമ്മയും കൊച്ചുമോളും പൊട്ടിച്ചിരിച്ചു. പിന്നീട് ആരും അമ്മൂമ്മയുടെ അപ്പമരത്തിൽ തൊടാൻ ധൈര്യപ്പെട്ടില്ല. അമ്മൂമ്മ സന്തോഷത്തോടെ ജീവിച്ചു. "വന്നാട്ടെ, അപ്പം തരാം." "വളരെ ഉപകാരം."